നെഞ്ചിന്റെ ചൂടേറ്റുറങ്ങട്ടെ ഞാൻ, അതുമാത്രമാണെന്റെ ആനന്ദമേ. പശ്ചാത്താപത്തിൻ്റെ മനോഹരമായ പാഠങ്ങളാണ് ഇന്നത്തെ ഗോസ്പലിലൂടെ യേശു പഠിപ്പിക്കുന്നത്. അതിന് ഒരു ഉപമയാണ് യേശു സപ്പോർട്ടീവ് ഫാക്ടറായിട്ട് പറയുന്നത്. ഒരുവൻ ഒരു കൃഷിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. ഉപമ പറയുന്നത് തന്നെ അല്പം പിശകായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിയല്ലേ നട്ടുപിടിപ്പിക്കേണ്ടത്, എന്തിനാണ് അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ യജമാനൻ്റെ കുഴപ്പമാണോ, അതോ ഈ ഉപമ പറഞ്ഞവൻ്റെ കുഴപ്പമാണോ? എവിടെയോ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നി ചില കമൻട്രീസൊക്കെ വായിച്ചു നോക്കിയപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, മുന്തിരിച്ചെടിക്ക് പരിചരണം കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ മുന്തിരിത്തോട്ടം യജമാനൻ്റെ ശ്രദ്ധ കൂടുതൽ അർഹിക്കുന്നുണ്ട്. പക്ഷെ അത്തിവൃക്ഷം അങ്ങനെയല്ല, അത് വളർന്നോളൂ, അതിന് വലിയ പരിചരണയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ യജമാനൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിച്ചെടിക്ക് എന്തുമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ അതേപോലെ എൻ്റെ അത്തിവൃക്ഷത്തിന് ഞാൻ ഈ ശ്രദ്ധ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് മുന്തിരിത്തോട്ടത്തിൽ ഏറെ ശ്രദ്ധ അർഹിക്കുന്നൊരിടത്ത് അത്തിവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത്. ഈ കൂടുതൽ ശ്രദ്ധ നൽകാൻ തീരുമാനിച്ച് ഏറ്റവും നല്ല നിലത്ത് ഒരു അത്തിവൃക്ഷത്തെ നടുമ്പോൾ യജമാനൻ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഫലമാണല്ലോ. പക്ഷേ അത്തിവൃക്ഷത്തിന് ഫലം വന്നില്ല. ഒരിക്കലല്ല, 3 വർഷമാണ് കാത്തിരുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മുന്തിരിച്ചെടിയെക്കുറിച്ച് പറയുന്നത് അത് 1 വർഷത്തിൽ 3 പ്രാവശ്യമൊക്കെ ഫലം തരാൻ കഴിയുമെന്നൊക്കെയുള്ള രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയേറെ പരിചരണം കിട്ടിയിട്ടും ഒരു അത്തിവൃക്ഷം എന്തുകൊണ്ട് ഫലം തന്നില്ല? ചോദ്യം അപ്പോഴും ബാക്കിയായി നിൽക്കുമ്പോൾ യജമാനൻ അത് സഹിക്കില്ലല്ലോ. അതുകൊണ്ട് ഏറെ പരിചരണവും ഏറെ ശ്രദ്ധയും നൽകി ഏറെ ഫലം പ്രതീക്ഷിച്ച് വളർത്തിയ ഒന്നിൽ നിന്നും ഫലം കിട്ടാതെ വന്നപ്പോൾ 3 വർഷത്തിൻ്റെ കാത്തിരിപ്പിനോട് യജമാനൻ തീരുമാനിക്കുകയാണ്, ഇനി നമുക്കത് വേണ്ട, വെട്ടിക്കളയാം. ഇങ്ങനെ അർഹിക്കാത്ത ഒന്നിന് ഫലം തരാതിരിക്കുമ്പോൾ അത് വെട്ടിക്കളയാൻ തീരുമാനിക്കുന്ന ഒരു യജമാനൻ. പക്ഷേ കൃഷിക്കാരൻ അവിടെ നിന്ന് നിലവിളിക്കുകയാണ്. കൃഷിക്കാരൻ പറഞ്ഞു, ഇത്രയും നാളും കാത്തിരുന്നില്ലേ, 1 വർഷം കൂടി നമുക്ക് ചുവട് കിളച്ച് വളമിടാം. ഇനി 1 വർഷം കൂടി കാത്തിരുന്നാൽ ഒരു പക്ഷേ ഫലം നൽകിയാലോ. എനിക്ക് തോന്നുന്നു ഈ 1 വർഷത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ഒരു പാഠം പഠിപ്പിച്ച ആൾ ക്രിസ്തു ആയിരിക്കണം. യേശു ഇവിടെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആ കൃഷിക്കാരൻ്റെ റോള് വളരെ മനോഹരമായി ചെയ്യുന്നത് യേശുവാണ്. നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ രക്തം ചിന്തി, നമുക്ക് വേണ്ടി തലകുനിച്ച് നിന്ന്, നമ്മളൊക്കെ ചെയ്ത തെറ്റിന് വേണ്ടി മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ഒരു എക്സ്ക്യൂസും കൂടെ ചോദിക്കുന്ന മനോഹരമായ നമ്മുടെ ദൈവം. ഇങ്ങനെ യേശുവിൻ്റെ ഒരു ചിത്രം ഈ കൃഷിക്കാരൻ്റെ മുമ്പിലുണ്ടെന്ന് തോന്നുന്നു. തീരുമാനങ്ങൾ എടുത്ത് നിൽക്കുന്നിടത്ത് വിധിക്കപ്പെടാതിരിക്കാൻ 1 വർഷം കൂടി ഒരു അവസരം കൊടുത്തൂടെ എന്നൊരു റെക്കമെൻഡേഷനായിട്ട്, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ റെക്കമെൻഡേഷനായിട്ട് നിൽക്കുന്ന ഒരു കൃഷിക്കാരൻ, ഞാൻ നോക്കിക്കോളാം വലിയത് ഫലം തന്നേക്കുമെന്ന് വെറുതെ ഒരു ഉത്തരവും ഉറപ്പും കൊടുക്കുന്ന ഒരു കൃഷിക്കാരൻ. എത്ര സ്നേഹമാണ് നമ്മുടെ തമ്പുരാൻ നമ്മളോട്. പ്രിയമുള്ളവരെ, കണ്ണു നിറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്നേഹത്തെ ഓർത്താണ്. വിധിക്കപ്പെട്ട ഒരു സ്നേഹം ഇന്ന് ചുറ്റുമുണ്ട്. കണ്ടീഷൻസുള്ള കുറേ സ്നേഹങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു കണ്ടീഷനും ഇല്ലാതെ ഒരാൾ വീണ്ടും നമുക്ക് വേണ്ടി ഇങ്ങനെ നിലവിളിച്ച് ആരുടെയൊക്കെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുമാത്രം സ്നേഹം നമ്മളോടുണ്ടായിരിക്കും. തപസ്സുകാലം ഓർക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ആ വേദനയുടെ കാലഘട്ടത്തെയാണ്. തലകുനിച്ച് കുറ്റവാളിയെപ്പോലെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവസാനത്തുള്ള രക്തവും ചിന്തി മനുഷ്യപുത്രൻ ഈ ഭൂമിയോട് വിട പറഞ്ഞത് നമ്മളുടെയൊക്കെ പാപത്തിന് വേണ്ടിയാണ്. പശ്ചാത്താപം ഈ ഭൂമി ആവശ്യപ്പെടുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നതിനേക്കാളും ഉപരി എനിക്ക് തോന്നുന്നു ഒരാളുടെ സ്നേഹത്തിന് വേണ്ടിയാണ്. സ്നേഹത്തിന് വേണ്ടി ഒരാൾ കടന്നുപോയ മരണത്തോളമുള്ള ആ പ്രയത്നത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഉത്തരത്തിൻ്റെ പേരാണ് പശ്ചാത്താപം. മേലിൽ പാപം ചെയ്യുകയില്ല എന്ന ഉറപ്പ്. മനസ്താപപ്രകടനം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, മേലിൽ ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. ഇപ്പോഴും ആ വാക്ക് പറയുമ്പോൾ ഹൃദയം പിടയ്ക്കുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും പറയുകയാണ്. പക്ഷേ പാപം ചെയ്യാതെ ഒരാൾ ഈ ഭൂമിയോട് ഇവിടെ പറഞ്ഞല്ലോ. എന്തിനു വേണ്ടിയായിരുന്നു? ഒറ്റ വാക്ക്, സ്നേഹത്തിന് വേണ്ടിയായിരുന്നു. സ്നേഹത്തിന് വേണ്ടി ഒരാൾ ഈ ഭൂമിയോട് രക്തം ചിന്തി. അങ്ങനെയാണെങ്കിൽ ആ സ്നേഹത്തെ ഓർത്ത് മുട്ടുകുത്തി മേലിൽ പാപം ചെയ്യുകയില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കാൻ ഈ തപസ്സുകാലം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ, എന്നിനവിലും കനവിലുമായി നിറയുന്നൊരൻ ദൈവമേ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ. ആരാധ്യനേ,
പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ അണയുന്നു ഞാൻ തിരുമുൻപിലായി അറിവോടെ എന്നെ നോക്കണമേ ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ അണയുന്നു ഞാൻ തിരുമുൻപിലായി അറിവോടെ എന്നെ നോക്കണമേ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ ഇടനെഞ്ചിൽ മുറിവോടെ അണയുന്നു നീ എന്നെ നിന്മാരോടു ചേർത്തിടുവാ ആ നെഞ്ചിന്റെ ചൂടേറ്റുറങ്ങട്ടെ ഞാൻ അതുമാത്രമാണെന്റെ ആനന്ദമേ ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ അണയുന്നു ഞാൻ തിരുമുൻപിലായി അറിവോടെ എന്നെ നോക്കണമേ ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ അണയുന്നു ഞാൻ തിരുമുൻപിലായി അറിവോടെ എന്നെ നോക്കണമേ. നിണമൊഴുകും വഴിയിൽ ഞാൻ പോരാ നിൻ പാദമെന്നും പിന്തുടരാം അറിയാതെ അകലും നേരത്തും അരികിലായി എന്നെ ചേർത്തിടണേ നിണമൊഴുകും വഴിയിൽ ഞാൻ പോരാം നിൻ പാദമെന്നും പിന്തുടരാം അറിയാതെ അകലും നേരത്തും അരികിലായി എന്നെ ചേർത്തിടണേ അലിവിന്റെ അലയാഴിയാകുന്നു നീ എൻ ഹൃദയത്തിൻ സ്പന്ദനമാകുന്നു നീ സർവത്തിനുടയോൻ നീ മാത്രമേ സർവാദിനാഥനും നീ മാത്രമേ എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ എന്നിനവിലും കനവിലുമായി നിറയുന്നൊരെൻ ദൈവമേ എന്നെ നിൻ സ്വന്തമാക്കിടൂ എന്നെ